എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് രണ്ട് മെയിൻ ന്യൂസാണ്. ഈ രണ്ട് മെയിൻ ന്യൂസ് മലയാള സിനിമയെ ബന്ധപ്പെട്ടല്ല, എന്നിരുന്നാൽ പോലും ഈ രണ്ട് ന്യൂസ് നമുക്ക് ഭയങ്കരമായിട്ട് വേണ്ടപ്പെട്ട ന്യൂസ് കൂടിയാണ്. അതിലൊന്നാണ് നമ്മുടെ തലപതി നായകനെ എത്തിയ മാസ്റ്റർ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരനെ വെച്ചുള്ള LCU സിനിമകളുടെ കാര്യവും ലിയോൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യവും എല്ലാത്തിനെ പറ്റി ലൊക്കേഷൻ ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫർസി, നമ്മുടെ ഷാഹിദ് കപൂർ നായകനെ എത്തിരുന്ന വിജയ് സേതുപതിയൊക്കെ ഓൾസോ ആക്ട് ചെയ്തിരുന്ന ഫർസി സിനിമ, ഹിന്ദി സിനിമയല്ല സീരീസാണ്, ഹിന്ദിയിൽ ഇറങ്ങിയ സീരീസ് രണ്ടാം ഭാഗം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് വഴി കൂടെ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മാന്നനോട് ഫർസി സിനിമയെ പറ്റി പറഞ്ഞു തുടങ്ങാം, കാരണം ദളപതിനെ കാര്യം കൂടുതൽ പറയാനുണ്ട്. അതൊന്ന് ഇതിലേക്ക് തന്നെ കിടക്കാം. നമുക്ക് ഫർസി ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കൊണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ആമസോൺ പ്രൈമിലാണ് സിനിമ ഇറങ്ങിയിരുന്നത്. ഏതൊക്കെയാലും എല്ലാവരും തന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് കയറി. ഫസ്റ്റ് പാർട്ട് അത്രയ്ക്ക് ഒരു വിജയം കൂടിയായിരുന്നു OTTയിൽ. ഫർസി സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ഡിസംബർ 2025 തുടങ്ങുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റൂമറുകൾ പറയുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയ റൂമറുകൾ തന്നെയാണ് ഈ വരുന്ന ഡിസംബറിൽ സിനിമ ഷൂട്ട് തുടങ്ങുമെന്നുള്ളത്. ഷാഹിദ് കപൂർ ഈ സീരീസിന് വേണ്ടി ചാർജ് ചെയ്തിരിക്കുന്ന 45 CR ആണ്. 45 കോടി രൂപ പുള്ളിക്കാരൻ ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. സാധാരണ പുള്ളിക്കാരൻ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ചാർജ് ചെയ്യാറ് 25 തൊട്ട് 30 കോടി രൂപയ്ക്കാണ്. OTT തിയേറ്ററിക്കൽ റിലീസ് തമ്മിൽ പുള്ളിക്കാരന് ചാർജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ പേയ്മെൻറ്റിൽ. എനിക്ക് 45 കോടി രൂപയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈം വഴി തന്നെയായിരിക്കും മിക്കവാറും സിനിമ മിക്കവാറും ആമസോൺ പ്രൈം വഴിയായിരിക്കും മിക്കവാറും ഈ സീരീസ് ഇറങ്ങാൻ പോകുന്നത്. ഏകദേശം അതാണ് നമ്മുടെ ഫർസി 2നെ പറ്റി നമുക്ക് കാത്തിരുന്ന് കാണാൻ സീരീസ് സെക്കൻഡ് പാർട്ട് എങ്ങനെ ഉണ്ടാവുന്നത്. അടുത്ത സിനിമയാണ് നമ്മുടെ തലപതി വിജയനെ പറ്റിയുള്ള 2021 ജനുവരിയിൽ ഇറങ്ങിയ തിയേറ്ററിലേക്ക് എത്തി ലോകേഷ് ഡയറക്ട് ചെയ്ത് തലപതി വിജയ് സേതുപതിയും ഓരോ റോളുകൾ ഹാൻഡിൽ ചെയ്തെത്തിയ സിനിമയായിരുന്നു മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ. അങ്ങനെ നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന നേരത്തെ തന്നെ നമ്മുടെ ലോകേഷ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാസ്റ്റർ 2 എന്ന സിനിമേൻ്റെ പുള്ളിക്കാരൻ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് വിജയനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി പുള്ളിക്കാരൻ പറയുന്ന ബേസ് ആയിരിക്കും മാസ്റ്റർ 2 വരുമോ ഇല്ലയോ എന്നുള്ള. ഈ ന്യൂസ് ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്ററൊക്കെ ഇറങ്ങുന്നുണ്ട് മാസ്റ്റർ 2നെ ബേസ് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ 2021 ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ തലപതി 69 ജനനായക സിനിമയ്ക്ക് പുള്ളിക്കാരൻ്റെ അവസാന സിനിമയൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് ഈ സിനിമ വരുമെന്നൊരു കൺഫർമേഷനും ഇല്ല. ഇതൊക്കെ ലോകേഷ് പറഞ്ഞ് ആ ഐഡിയ വിജയൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുപോലെ നമ്മൾ ലിയോ 2ക്കും ഇതേ അവസ്ഥ തന്നെയാണ്. പുള്ളിക്കാരൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ അതും വിജയ് പറയുന്ന പോലെ ഇരിക്കും. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റിന് എഗ്രി ചെയ്ത എങ്ങനെ പോയാലും ലിയോ 2 ഇറങ്ങും. പക്ഷേ പുള്ളിക്കാരൻ സ്ക്രിപ്റ്റിന് അതിന് എഗ്രി ചെയ്യണം. പൊളിറ്റിക്സിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ടാവും അതിൻ്റെ എല്ലാം ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു, ലിയോ LCU വഴി കണക്ട് ചെയ്ത പടമാണ് ലിയോ. അപ്പോൾ ഇനി വരുന്ന LCU പടങ്ങളിലും എവിടെയെങ്കിലും ലിയോൻ്റെ ഹിൻറ്റ് കൊടുക്കണ്ട, അതിന് വിജയ് ആക്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അതിൽ ലോകേഷ് ക്ലിയർ ചെയ്ത് കണ്ടുകൊണ്ട് എല്ലാത്തിനും പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഒരു സിനിമ വിജയൻ്റെ പ്രശംസ വേണമെങ്കിൽ പുള്ളിക്കാരൻ വരണമെന്നില്ല, പുള്ളിക്കാരുടെ വോയിസ് മാത്രം മതി. അത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇനി വരുന്ന LCU സിനിമകളിൽ വിജയ് അഭിനയിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ വോയിസ് ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഏതൊരു സീനിലൊക്കെ ഇപ്പോൾ ലിയോൻ്റെ ക്ലൈമാക്സിലൊക്കെ നമുക്ക് വോയിസ് കേൾക്കാം, നല്ല വിക്രത്തിൽ ഡില്ലിൻ്റെ വോയിസ്, അങ്ങനത്തെ വോയിസ് ഒക്കെ പോലെ ഇതിൽ വോയിസ് ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്ന വിജയിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഈ വരുന്ന LCU സിനിമകളെല്ലാം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.